ഷാരി സാറൊക്കെ എത്തി. ഷാരി സാറ് സൃഷ്ടി ടീച്ചർ എത്തി. താങ്ക് യു. ഹാപ്പി ഈസ്റ്റർ ടു യു ഓൾസോ. ഹാപ്പി ഈസ്റ്റർ. സിദ്ധു എവിടെയാ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ ഈസ്റ്റർ കുർബാനയ്ക്കായിട്ട് പോകണ്. നമ്മുടെ ഈസ്റ്റർ സെലിബ്രേഷന് തുടക്കമായി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുർബാനയാണ്. അപ്പോൾ കുർബാനയ്ക്കായിട്ട് ഞങ്ങൾ ഇറങ്ങണം. ഞങ്ങൾക്കിവിടെ ഈവനിങ് കുർബാനയാണ്. ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല, രാത്രി 7:30ക്കാണ് ഞങ്ങൾക്കിന്ന് കുർബാന. അപ്പോൾ കുർബാനയ്ക്കായിട്ട് ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വിഷ് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. നമ്മുടെ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകണം. അപ്പോൾ നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെയായി നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതാ ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങണ്. ഇത് അഞ്ജുവിന് നമ്മൾ വാങ്ങിച്ച പുതിയ ഡ്രസ്സ്, ഈസ്റ്റർ ഡ്രസ്സ്. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിക്കാറില്ലേ വേറെ ഡ്രസ്സൊക്കെ ഇടുന്ന കാര്യം. അഞ്ജുവിന് ഇതൊന്നും താല്പര്യമില്ല കേട്ടോ. പിന്നെ പപ്പയും മമ്മിയും നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ കമൻസിൽ കൂടെ അറിയിച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ. ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 7 മണിക്കാണ്. 7:30ക്കായിരുന്നു കുർബാന. അപ്പോൾ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണേ. ആ സമയമൊക്കെ ആയപ്പോഴേക്കും പുറത്ത് നല്ല ഇരുട്ടാണ്. ഇപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒപ്പം വണ്ടിയിൽ ഷാരി സാറും സൃഷ്ടി ടീച്ചറും ഉണ്ട് കേട്ടോ. അവരും കൂടെ കുർബാനയ്ക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ അവരും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പം നമ്മളിതാ പള്ളി അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഇതാ വണ്ടികളും ലൈറ്റ് കാര്യങ്ങളെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. പാതിര കുർബാന വെക്കുന്നതിനേക്കാളും എല്ലാവർക്കും സൗകര്യവും ഇഷ്ടവും ഇങ്ങനത്തെ ഒരു സമയത്ത് വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചു അങ്ങനെ അച്ഛൻ ടൈം 7:30ക്ക് വെച്ചതാണ് കേട്ടോ കുർബാന. അപ്പോൾ ഇന്നത്തെ കുർബാന നമുക്ക് കോൺവെന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ മെഴുകുതിരിയൊക്കെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ലൈനിൽ പ്രദക്ഷിണമായിട്ടാണ് നമ്മൾ പള്ളിക്കകത്തേക്ക് കയറുന്നത്. അപ്പോൾ അതൊക്കെ പറ്റുന്ന പോലെ നിങ്ങളെ വീഡിയോയിൽ കൂടെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കോൺവെന്റിൽ എത്തി. അപ്പോൾ നമ്മുടെ കുർബാന ആരംഭിക്കാൻ പോകണ്. അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സൺഡേ രാവിലെയും കുർബാനയുണ്ട് 8 മണിക്ക്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കുർബാന എന്ന് പറയുന്നത് ഹിന്ദി കുർബാനയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുർബാന സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്കിനി ഇവിടുന്ന് ചെറിയൊരു ക്യാൻഡിൽ പ്രൊസഷനാണ് പള്ളിയിലേക്ക്. आया उजाला लेने प्रभु आया उजाला लेने प्रभु आया उजाला लेने इतना अंधेरा जीवन में कितनी चमक तेरे दर्शन में ज्योति तिहारी सतत जले आया उजाला लेने प्रभु आया उजाला लेने सारी दिशाएं नजर न आए. അങ്ങനെ ഞങ്ങളുടെ കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പള്ളിയുടെ മുകളിലുള്ള ഹാളിലേക്ക് ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചാണ് ഞങ്ങളുടെ ഈസ്റ്റർ സെലിബ്രേഷൻ കാര്യങ്ങളെല്ലാം. ഈസ്റ്റർ സെലിബ്രേഷൻ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ വർഷം ബൈബിൾ ക്വിസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അതുപോലെ തന്നെ ബൈബിൾ റൈറ്റിംഗ് ചെയ്തവർക്കും അച്ഛൻ്റെ വക പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് 2 കിട്ടി, അഞ്ജുന് 1 കിട്ടി. അതുപോലെ വേറെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അങ്ങനെ അച്ഛൻ പ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ.
Sudesh. Soumya Sunday. Prida Raji. Manjula Kullu. Sanoj Tete. Sister Jayanti Topu. Vijayendra Kullu. Sadish Thomas. Rajesh Lakra. James TJ. Now I request for Sajipol to give the prizes of the Bible writers. Liji Ittu for Bible writing. അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഈസ്റ്റർ എഗ്ഗ്, ഈസ്റ്റർ കേക്ക്, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സ് കാര്യങ്ങളെല്ലാം അച്ഛന്മാർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതെല്ലാം കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെയാണ് നമ്മൾ പള്ളിയിൽ നിന്ന് പോരുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് നൊയമ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ നൊയമ്പ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചിക്കനും ഫിഷും കാര്യങ്ങളും എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കേക്ക് കാര്യങ്ങളൊക്കെ. അങ്ങനെ പള്ളിയിലെ പരിപാടി സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോരണം കേട്ടോ. പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോഴേക്കും സമയം 11 മണിയായി കേട്ടോ. എന്നാലും രാത്രി ഉറക്കൊളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പാതിരാ കുർബാനയ്ക്ക് പകരം രാത്രിയിൽ 7:30 കുർബാന വെച്ചുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ ഉറക്കൊളിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ സുഖമായിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാലോ, ഉറങ്ങി എണീറ്റ് നമ്മുടെ ഇഷ്ടാഘോഷങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈസ്റ്റർ വിഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോളിലുള്ള ഹോളിൽ വെച്ച്. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞ വർഷം ബൈബിൾ ക്വിസിന് പങ്കെടുത്ത എല്ലാവർക്കും അച്ഛൻ സമ്മാനം തന്നു കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയതും ഇത് അഞ്ജുവിന് കിട്ടിയതും. അതുപോലെ തന്നെ ബൈബിൾ റൈറ്റിങ്ങിൽ പങ്കെടുത്തവർക്കും സമ്മാനങ്ങൾ കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ ബൈബിൾ റൈറ്റിങ്ങിന് എനിക്ക് കിട്ടിയ സമ്മാനം. അപ്പോൾ ഞങ്ങളുടെ പരീക്ഷയിൽ നിന്ന് കിട്ടിയത് ഇതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാൻ കിട്ടിയ ഗിഫ്റ്റുകൾ. ഇത് ബൈബിൾ ക്വിസിന് എനിക്ക് അച്ഛനൊക്കെ സെയിം എല്ലാവർക്കും ഇത് തന്നെ കേട്ടോ. സെയിം തന്നെ കിട്ടിയേക്കണ കപ്പാണ്. കപ്പ് തുറക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ കപ്പ്. ഇനി അഞ്ജുവിന്റെ കപ്പും കൂടെ നമുക്ക് പൊട്ടിക്കാം. അഞ്ജു കപ്പ് പൊട്ടിക്കട്ടെ. അഞ്ജുവിന്റെ ഗിഫ്റ്റും കൂടെ ഞാൻ തന്നെ അൺബോക്സ് ചെയ്യണം. ഇത് കപ്പ് തന്നെയാണ്. സെയിം കളറാണോ അല്ലേന്നുള്ളത് അറിയില്ല. ഇത് ഇത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ. അഞ്ജുവിന്റെ കപ്പ് ഇങ്ങനത്തെയാ. മുകളില് ഫ്ലവർ ആയിട്ട് ചെറിയ വ്യത്യാസം, വലിയ വ്യത്യാസമൊന്നുമില്ല. അഞ്ജുവിന് ഇത്തിരി ചെറിയ കപ്പ്, എനിക്ക് ഇത്തിരി വലിയ കപ്പ്. ഇനി നമുക്ക് ബൈബിൾ റൈറ്റിങ്ങിന്റെ ഗിഫ്റ്റും കൂടെ അൺബോക്സ് ചെയ്യാം. ഈ വർഷവും ബൈബിൾ റൈറ്റിങ്ങിനുള്ള സിലബസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. തീരുമില്ലെന്നൊന്നും അറിയില്ല. അതൊക്കെ തീർന്ന് കൊടുത്താൽ തന്നെയാ തീർന്നു എന്നും കൊടുത്തു എന്നും പറയാൻ പറ്റുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളും സിലബസ് ഇത്തിരി കൂടുതലാണ് ഈ വർഷം. നമ്മൾ എഴുതി തീരുമെന്നും അറിയില്ല. മഹാസമുദ്രം പോലെ കിടക്കുന്നു. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ഫ്ലാസ്ക് സെറ്റ്? അടിപൊളി, സൂപ്പർ. വാക്യൂം ഫ്ലാസ്ക് സെറ്റ്. ഫ്ലാസ്ക് ഉണ്ട്, അതിന്റെ കൂടെ കപ്പുകളുണ്ട്. 3 കപ്പ്. ഇതിന്റെ അടപ്പും ഒരു കപ്പാണ്. ഫ്ലാസ്ക്
ഇതിൻ്റെ ഒപ്പം തന്നെ വേറെയും 2 കപ്പുകളും കൂടെ. നല്ല ചെറിയ കപ്പ്, ചായയൊക്കെ കുടിക്കാൻ പറ്റിയ കൊച്ചു കപ്പ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇത് 1/2 ലിറ്ററിന്റെ കേട്ടോ, 1/2 ലിറ്ററിന്റെ ചെറിയ ഫ്ലാസ്ക്. അടിപൊളി, ഇഷ്ടപ്പെട്ടു. അപ്പൊ താങ്ക് യു ഫാദേഴ്സ്. അപ്പൊ ഇന്നിപ്പോ നമ്മള് വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ച രാത്രിയിലാണ്. ഞങ്ങളിപ്പോ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും 11:30 ആയിട്ടോ, 11:15 കഴിഞ്ഞു. ഇതൊക്കെ അൺബോക്സ് ചെയ്തൊക്കെ വന്നപ്പോഴേക്കും 11:30 ആയി. ഇനി സുഖമായി കിടന്ന് ഉറങ്ങാൻ പോണ്. രാവിലെ എണീറ്റിട്ടാണ് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാം. ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം. ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാനുണ്ട് ഈസ്റ്റർ സെലിബ്രേഷനോട് അനുബന്ധിച്ച്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പവും ചിക്കൻ കറിയാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കണം. ഇന്ന് നമുക്ക് ലഞ്ചിന് 2-3 ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ ഷാരി സർ ഫാമിലി. അപ്പോൾ സാറും ടീച്ചറും അവരുടെ മോൻ സിദ്ധും അവർ 3 പേരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ ഈസ്റ്റർ ആഘോഷിക്കാന്ന് വിചാരിക്കണം. വലിയ ഗ്രാൻഡായിട്ടൊന്നുമല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി ചെറിയ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കുന്നത് അപ്പവും ചിക്കൻ കറിയും രാവിലെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി പിന്നെ റെഡി ആയിക്കോളൂല്ലോ. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം, പിന്നെ ഫിഷ് കറി ഉണ്ടാക്കണം, ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം, പിന്നെ പയർ തോരൻ ഉണ്ടാക്കണം, സലാഡ് ഉണ്ടാക്കണം, പിന്നെ റൈസ്. അങ്ങനെ അത്രയ്ക്കൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സമയമൊക്കെ കിട്ടണമെങ്കിൽ സാലഡൊക്കെ ഉണ്ടാക്കണം. സമയം കിട്ടിയാൽ അതൊക്കെ ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഐറ്റംസ്. അപ്പോൾ ഇന്നലെ തന്നെ ചിക്കനും ഫിഷൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ മസാലയൊക്കെ പറ്റി സെപ്പറേറ്റ് ആക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളത്. അപ്പോൾ മസാലയൊക്കെ തിരുമ്മി ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത്. ഇത് നമുക്ക് ചിക്കൻ കറിക്കുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഫിഷ് കറിക്കുള്ളത് ഞാൻ അതും മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുള്ളൂ. നമുക്ക് പയർ തോരൻ ഉണ്ടാക്കണം. പിന്നെ മാങ്ങയിട്ടുള്ള ഫിഷ് കറിയാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവോളയൊക്കെ കുറച്ച് ക്ലീനാക്കി വെച്ച് സമയം കിട്ടിയപ്പോൾ. പിന്നെ റൈസ് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ഇട്ടിട്ടുള്ള റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മുടെ റൈസ് ഇത്തിരി കളർഫുള്ളാവും. അപ്പോൾ അതിനുവേണ്ടി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ജോലികൾ ആരംഭിച്ചു. സവോളയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കൊണ്ടൊന്നും ആവില്ല. അപ്പോൾ നമുക്ക് ഇനിയും ക്ലീൻ ചെയ്യണം. അപ്പം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ജോലികളെല്ലാം ഒരുവിധമൊക്കെ തീർത്തിട്ട് എന്നിട്ട് നമുക്കിനി അടുത്ത ക്ലിപ്പ് എടുക്കാം. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്ത് എൻ്റെ പണികൾ നീങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജോലികൾ എൻ്റെ വേഗം തീർക്കാൻ നോക്കട്ടെ. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ചിക്കനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്മി ഇന്നലെ തന്നെ വെച്ചിരുന്നുണ്ടോ. അപ്പോൾ അതുകൂടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. പിന്നെ അപ്പോഴേക്കും ചേട്ടനെ എനിക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. പിന്നെ ഇങ്ങനെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സബോള വഴന്ന് വരുന്നതേ ഉള്ളൂ. സബോള റെഡി ആയിട്ട് വേണം മസാലകളൊക്കെ ഇടാനായിട്ട്. എന്നിട്ട് പിന്നെ അടുത്തത് ഞാൻ മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അതായത് മീൻകറി ഉണ്ടാക്കണം. അപ്പോൾ നമ്മളങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ചിക്കൻ കറി സെറ്റായി. ഇനി അടുത്തത് നമ്മുടെ ഫിഷ് കറിയാണ്. അപ്പോൾ ഫിഷ് കറി ഞാൻ ഒരിത് റെഡി ആക്കിയിട്ടുണ്ട്. ഒന്നും കൂടിയും തിളയ്ക്കണം. അപ്പോൾ 1-ാം പാലം അങ്ങോട്ട് ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് കറി നമ്മുടെ റെഡിയാവും. പിന്നെ എനിക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ മസാലയൊക്കെ നല്ലപോലെ തിരുമ്മി. ഇന്നലെ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഇത്തിരി മസാല ഇട്ട് ഒന്ന് എടുത്ത് വെച്ചുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അത് പ്ലേറ്റിലിട്ട് നല്ലപോലെ മസാലയൊക്കെ തിരുമ്മി ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെടുത്ത് ഫ്രൈ ചെയ്യും. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളത് എല്ലാം റെഡിയാണ്. ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ റൈസ് വെക്കണം. നമുക്ക് സലാഡ് ഉണ്ടാക്കണം. അപ്പോൾ സലാഡിനുള്ള സബോളയൊക്കെ കട്ട് ചെയ്യണം. സബോള, തക്കാളി, പച്ചമുളക് അതെല്ലാം കട്ട് ചെയ്യണം. പിന്നെ പയർ തോരൻ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ചും കൂടെ ജോലികളുണ്ട്. പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് അവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഉണ്ടാക്കണം. ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഉണ്ടാക്കുന്നതിന് മുൻപുള്ള ജോലികളുണ്ട്. ഞാൻ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി റെഡിയായി. ഇതിന് ഞാൻ കുറച്ച് മാവെടുത്ത് ചെറിയ ഒരു ബോട്ടിലിൽ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ പൊളിച്ച് കിട്ടാൻ നല്ല എളുപ്പമുണ്ട്. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ ഇനി ഈ ജോലികൾക്കൊക്കെ ഞാൻ കിടക്കട്ടെ. അങ്ങനെ ഞാൻ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നല്ലപോലെ വന്നിട്ടുണ്ട്. നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നു അപ്പം. പിന്നെ ഇത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പയറുപ്പേരിക്കായിട്ട് സബോള കട്ട് ചെയ്തും പച്ചമുളക് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി പയർ കട്ട് ചെയ്തിട്ട് വേണം. ഞാൻ പയർ കട്ട് ചെയ്തിട്ടില്ല. പയർ കട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ.
ഇവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് വേണം എനിക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ അടുത്ത പാൻ വെച്ചേക്കാണ് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട്. നമുക്ക് ഫിഷ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അധികം ഫിഷ് ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഞാൻ അപ്പോഴേക്കും പയർ തോരൻ ഉണ്ടാക്കാനായിട്ട് പയറൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അരി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റൈസ് കുക്ക് ചെയ്യാനുള്ള കലമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും അതുപോലെ നമ്മുടെ ഗരം മസാല ഐറ്റംസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കേണ്ട സമയമായി. ഞാനിനി അരി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഒരുവിധം ജോലികളെല്ലാം തീർന്നു. ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാനൊക്കെ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാം പ്ലേറ്റുകളിലും ഒക്കെ ആക്കി സെർവ് ചെയ്യാനായിട്ട് ടേബിളുമ്പോൾ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പയർ തോരൻ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. ഇത് ഞാൻ റൈസ് എടുത്ത് വയ്ക്കാനുള്ള റൈസോ അല്ലെങ്കിൽ കറിയൊക്കെ എടുത്ത് വയ്ക്കാനുള്ള ഓരോരോ പാനുകൾ റെഡിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ സള്ളാസിന് വേണ്ടിയിട്ട് തക്കാളിയും സവോളയും ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ തിരുമ്മി വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ കഴിക്കേണ്ട സമയം ആവാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് തൈരിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചൊഴിച്ച് മിക്സ് ആക്കാൻ പോകണം. പിന്നെ ഇവിടെ തേങ്ങ ചമ്മന്തിയും കൂടെ ഞാൻ നമ്മുടെ മെനുവിൽ ഒരൈറ്റം കൂടെ കൂട്ടി തേങ്ങ ചമ്മന്തി. അപ്പോൾ ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് റൈസിന് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ചട്നി ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അതും എനിക്ക് ബൗളിലേക്കൊക്കെ ഇട്ട് ഇനി എല്ലാം ടേബിളിൽ സെർവ് ചെയ്യണം. ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഫിഷ് കറിയും ചിക്കൻ കറിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഓരോരോ ഐറ്റം ആയിട്ട് ഞാൻ ടേബിളിലേക്ക് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഹായ്, നമ്മുടെ ഷാരി സാറൊക്കെ എത്തി. ഷാരി സാറ് സൃഷ്ടി ടീച്ചർ എത്തി. താങ്ക് യു. ഹാപ്പി ഈസ്റ്റർ ടു യു ഓൾസോ. ഹാപ്പി ഈസ്റ്റർ. സിദ്ധു എവിടെയാ? ആണോ? ഓക്കെ. അതെ, ചേട്ടനായിരുന്നു പണികളെല്ലാം. ജോലികളൊക്കെ കഴിഞ്ഞ് ചേട്ടൻ. അതെ. അപ്പൊ അങ്ങനെ സൃഷ്ടി ടീച്ചർ എത്തി, ഷാരി സാറും എത്തി. ഇനി സിദ്ധു വരാൻ ബാക്കിയുണ്ട്. നമ്മുടെ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സിമ്പിൾ റൈസ്, പിന്നെ ഇവിടെ നമ്മുടെ ചിക്കൻ കറി, ഇവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈ, ഇവിടെ പയർ തോരൻ, ഫിഷ് ഫ്രൈ, ഇവിടെ സള്ളാസ്, തേങ്ങ ചമ്മന്തി, പിന്നെ ഇവിടെ അപ്പം, പിന്നെ ഇവിടെ മീൻ കറി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈസ്റ്റർ മെനു. അപ്പൊ നമ്മുടെ സിദ്ധു എത്തിട്ടോ. സിദ്ധു എത്തി. പപ്പയും മമ്മിയും വന്ന് ഇത്തിരി നേരം കഴിഞ്ഞിട്ടാ സിദ്ധു എത്തിയെ. ഹായ്, ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. രണ്ടാമത് പോയിട്ട് എടുത്താൽ മതി. ടീച്ചറുള്ളതാണ് ഞങ്ങൾക്ക് ആകെ ഒരു പ്രതീക്ഷ. ടീച്ചറുള്ളത് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ. വീഡിയോ ഉള്ളതുകൊണ്ടാണ്. ഞാൻ വളരെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് തേങ്ങ ചമ്മന്തി എടുത്തില്ലേ ഇങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോയി. ഷാരി സാറും ടീച്ചറും സിദ്ധും ഒക്കെ തിരിച്ചുപോയി. ഞങ്ങളുടെ എല്ലാവരുടെയും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് ക്ലീനിങ് കാര്യങ്ങളെല്ലാം കിടക്കണം. കിച്ചണിൽ മൊത്തം ആകെ ഒരു മെസ്സായി കിടക്കണം. ക്ലീനിങ് ഒക്കെ ബാക്കിയാണ്. അപ്പോൾ ഞാൻ ഇനി ക്ലീനിങ്ങിലേക്കൊക്കെ കിടക്കണം. അതുപോലെ ബാക്കി വന്ന ഫുഡൊക്കെ നമുക്ക് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് വയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.